ഒന്നും കൂടെ ചിരിച്ച ചോറിട്ടെ യശണ്ടാ മാം വലിക്കേ ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ വാങ്ങാൻ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ പേരാറിലെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വരുന്ന ദിവസം ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ അന്നത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡൊക്കെ രാത്രി ആകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഉപ്പ പോകുമ്പം തന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ഉപ്പാൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ ചെന്നപ്പം ഉമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയാപ്പിള വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലഞ്ചിനേക്കുള്ള മീൻ കറിയാണ്. ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മാൻ്റെ സ്റ്റൈലിൽ. അതിൻ്റെ ഇടയിൽ ഉമ്മ ഇതാ പച്ചരിയൊക്കെ പുതിർത്തുന്നുണ്ട്. വൈകുന്നേരം ഒരു വരുമ്പോഴത്തേനും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ റെസിപ്പീസൊന്നും കാണിക്കുന്നില്ല. വീഡിയോ കുറേ ലെങ്ത്തായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ. റെസിപ്പിയൊക്കെ കാണിച്ച് വരുമ്പോഴത്തേനും വീഡിയോ കുറേ ലെങ്ത്തായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം അത് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇതമ്മ ചെമ്മീൻ്റെ തലയൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ കറിയൊക്കെ ഉണ്ട് ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ മാറ്റി വെച്ച ചിക്കനൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കള്ളം വന്നിട്ടുണ്ട് ഞങ്ങൾ ഈസക്കുട്ടന്. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇത് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. യശണ്ടാ യശണ്ടാ മാം അപ്പോൾ ഇത് ഈസക്കുട്ടനെ എൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഓന് 1 വയസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓന് എരിവില്ലാത്തതുകൊണ്ട് തന്നെ ആ ചിക്കൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കളിയൊന്നും ഒക്കെ ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ലഞ്ചൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വൈഫും ഓരോ ഡ്യൂട്ടിയിൽ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി അങ്ങനെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞാ ഇറച്ചിക്കമ്മ ചിക്കൻക്ക് മോനെ തിന്നു. അതല്ല എനിക്കത് എരിവില്ലല്ലോ, അതാ ഇഷ്ടം. അപ്പോൾ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ മൈ ഓൺ വേ ഫള്ളി എന്നുള്ള എൻ്റെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കാണാം കേട്ടോ ആ വീഡിയോസൊക്കെ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൈകുന്നേരം മാത്രം നമ്മൾ, അതായത് രാത്രി നൈറ്റിലേക്കുള്ള ഫുഡല്ല, അപ്പോൾ നൈറ്റിൽ മാത്രം എടുത്ത് ഫ്രൈ ചെയ്യുള്ളൂ. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മന്തിയിലേക്കുള്ള സ്റ്റോക്കാണ്. നല്ല ഇറച്ചി വരട്ട് മുളകെടുത്ത് കുരുമുളകിട്ട് ഉരുവെടുത്ത് ജീരകമിട്ട് കറിവേപ്പിലിട്ട് ഉള്ളിയിട്ട് പിന്നെന്നാ നിങ്ങളതിനും കളറില്ലല്ലോ. അതും വന്നോളൂ. അപ്പോൾ ഇതാ ഉമ്മമ്മാൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല നാടൻ ബീഫൊക്കെ വരട്ടാൻ വേണ്ടി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഉമ്മാൻ്റെ ചെമ്മീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ കറി. അതുപോലെ തന്നെ ചെമ്മീൻ്റെ തലയൊക്കെ ഇതാകുമ്പോൾ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ സമയമായി. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ. ചോറ് കേട്ടോ. നമ്മൾ എത്ര ടേസ്റ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലും നമ്മളെ ഉമ്മമാരെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അല്ലേ.
ഉമ്മാൻ്റെ ആ ഒരു നാടൻ രീതിയിലുള്ള വെപ്പും അതുപോലെ ആ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് എത്രയായാലും ഞാൻ എത്ര ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എന്ത് കറിയായാലും ഉമ്മ പറഞ്ഞു തന്നാലും ഞാൻ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ആ ഉമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും. നമ്മൾ എന്ത് ടേസ്റ്റുള്ള ഫുഡായാലും കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും അതിൻ്റെ ഒരു രസമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ കഴിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫുഡിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും അതൊക്കെ ആസ്വദിച്ച് കഴിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇരിക്കണം. അത് ഉപ്പാക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ രാവിലെ നാസ്തിയൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉപ്പ നേരത്തെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കണ്ടപ്പം ഉപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഫുഡ് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഉപ്പ ചെറിയൊരു പ്ലേറ്റിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് സൈഡിൽ ഇരുന്നിട്ടുണ്ട് ഞങ്ങളെ കൂടത്ത് കൂടാൻ വേണ്ടിയിട്ട്. ഉപ്പാക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ നല്ല നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ചോറാണ്. ചെമ്മീൻ കറി ഉണ്ട്, ചെമ്മീൻ്റെ തല ഉണ്ട്, അതുപോലെ താൾക്കറി. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പാൻ്റെ തട്ടൽ മുട്ടലൊക്കെ കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാ ഉപ്പ ഇവിടെ കുറച്ച് പഴയ മരമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മരമൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ ഫ്രണ്ടിലെ സിറ്റൗട്ടിലേക്ക്, ഞങ്ങൾ പേരാലെ വീട്ടിലെ ഫ്രണ്ടിലെ സിറ്റൗട്ടിലേക്ക് ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പം ആശാരി വരുമ്പോഴത്തേനും അതിൻ്റെ ആണിയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ എൻ്റെ വീട് പേരാലെ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല നാട്ടും പ്രദേശമാണ്. ഇവിടെ ചുറ്റുവട്ടം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ പേരാലിൽ. അപ്പോൾ ഇതാ ഉമ്മമ്മൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉപ്പാൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ പോയിട്ട് വമ്പൂട്ടനെ സ്കൂൾ ബസ്സിൽ നിന്ന് പേരാലിലേക്കുള്ള ബസ്സിനാണ് വമ്പൂട്ടൻ വന്നത്. അപ്പം ഓനെ അവിടെ ജംഗ്ഷനിൽ പോയിട്ട് കൂട്ടിയിട്ടൊക്കെ വന്നു. ബസ് ഇങ്ങോട്ടേക്ക് വരില്ല, ഞങ്ങൾ ഈ ഒരു റോഡിന് വരില്ല, മെയിൻ റോഡിന് മാത്രമേ വരുള്ളൂ. അപ്പോൾ അവനെ അവിടെ പോയിട്ട് കൂട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇജിന് വേണ്ട ബേഗ് എടുക്കാൻ വേണ്ടി കുറെ നോക്ക് വെറുപ്പ് പിടിക്കുക. ഡ്രസ്സ് കഴിച്ചിട്ട് അവൻ്റെ അടി കളിച്ചോട്ടാ. കേറിക്കവാ. എന്നാ ഒന്നും കൂടെ കൊടുത്താളാ, ഒരു ഉമ്മ കൂടി കൊടുത്താളാ. നോക്കി മുറ്റത്ത് ഇറങ്ങാൻ തിരക്കഴിക്കത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓന് വീട്ടിലുണ്ട് ഇങ്ങനെയാണ്, ഓൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം. നാടൻ പള്ളി നീ ട്രൈ ചെയ്ത് നോക്കട്ടെ, പൊന്തിച്ചൊടിക്ക്. ഇതെന്തോ ഇപ്പൊ പറയണ്ടേ. ശരിക്കും മീൻ കൈ പോലെ അത് ഉന്നക്കായി. അപ്പോൾ ആങ്ങളുടെ വൈഫ് ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി. അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ച്. അപ്പോൾ ഇതാ പിന്നെ ഇനി അങ്ങോട്ടേക്ക് തിരക്കിട്ടുള്ള പരിപാടികളാണ്. അമ്മ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പിച്ച് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ മരിബൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പാപ്പനെയും മക്കളെ ഒച്ചയൊന്നും കേൾക്കാതെ ഇപ്പോൾ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പാപ്പ നിസ്കരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് രണ്ടാളും നല്ല കളിയാണ്. ഇജു അപ്പോൾ ഇതാ അനിയത്തിയും മക്കളൊക്കെ വരുമ്പോഴത്തേനും ഞങ്ങൾ
ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതുപോലെ മന്തീൻ്റെ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട്. വെന്തതിന് ശേഷം വേണം അതൊന്ന് ദം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ സ്നാക്സ് ആയിട്ട് മീൻകായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഐറ്റമായ വാക്കലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ വയനാട്ടുകാരുടെ സ്പെഷ്യൽ അപ്പാണ് കേട്ടോ. അതുപോലെ ഇതാ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അനിയത്തിയും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോ സ്കൂളിൽ നിന്നല്ലേ? എന്നാ ഇനി മൂത്തനോട് വന്ന് പറയണ്ടേ? പറയച്ചോട്ടി ലേറ്റ് ഇട്. ഇത് നൈസുമ്മ, ഇതാ നൈസുമ്മ. നൈസുമ്മ ഇന്ന് നോളിച്ചേർക്കുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാലേ ഇതുപോലെ ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ. അപ്പം നാളെ സ്കൂളും മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി തന്നെ എല്ലാവരും പോവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അധികം തടയാനൊന്നും നിന്നില്ല. എല്ലാവരും കളിക്കുന്ന കുറച്ച് സമയമല്ല, അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ അനിയത്തിക്കും പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. 2 കൈ ഉപയോഗിക്കും. സ്കൂളിൽ നിന്ന് മിസ് നുള്ളിയിട്ട് കൊടുക്കും. ദോശയൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഒന്നും കൂടെ ചിരിച്ച ചിരിച്ച. ഇജു നോക്കി നൈസുമ്മ ചിരിക്കുന്ന അതാ. എടിയപ്പ ഖത്തറില്ല ഉമ്മാക്ക. അപ്പോൾ ഇതാ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ ഇന്നലെ ഉറക്കത്ത് സ്വപ്നം കണ്ട കഥയൊക്കെ പറയുന്നുണ്ട്. ഉപ്പയും ഉമ്മയും കൂടെ ഗൾഫിലൊക്കെ പോയി ഉമ്മക്ക് അവിടെ ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വേടാ, തലയിൽ പൂവേൻ്റെ ഇതാ എൻ്റെ മോൻ്റെ ബാഗെല്ലാം വലിച്ചിട്ടേ. ഓൻ്റെ ബാഗല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്കൂളിലും മദ്രസയിലൊക്കെ പോകേണ്ടിയുള്ളതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല. പക്ഷെ മക്കൾക്ക് പോകാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ക്ലിയറൊക്കെ കുറവുണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം വീഡിയോ കാണുന്ന കുട്ടികളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.